ഇത് നമ്മുടെ കാഞ്ഞിരമുറ്റം പള്ളിയിലെ നേർച്ചയുടെ ഒരു ഭാഗമായിട്ട് നടക്കുന്ന പരിപാടി കേട്ടോ, ഈ തേങ്ങ അടയ്ക്കുന്നത്. അതൊക്കെ നമ്മളിന്ന് ജസ്റ്റ് മേലത്തെ പള്ളിയിൽ ചെന്നിട്ട് ഒന്ന് കണ്ടു കേട്ടോ. ഈ അമ്പലങ്ങളിലൊക്കെ തേങ്ങ അടയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്, ഇത് ഞാൻ ആദ്യമായിട്ടായിരുന്നു കേട്ടോ കാണുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായപ്പോഴത്തേക്കും നമ്മളെല്ലാവരും ഫുഡ് കൊണ്ടുപോകുമായിരുന്നു കേട്ടോ. ഇല പൊതിയൊക്കെ ആയിട്ട് നമ്മൾ പോയതായിരുന്നു ഇവിടുന്ന്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ ഇലയൊക്കെ കഴിച്ചിട്ട് എല്ലാവരുടെയും ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് എൻ്റെയും കിച്ചുവിൻ്റെയും കൂടെ പൊതിയായിരുന്നു. അപ്പോൾ നമുക്ക് രണ്ടുപേരും കൂടെ ഒന്നിച്ചുള്ള പൊതിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമുക്കുണ്ടായിരുന്ന കറികളൊക്കെ. ഈ ആൾക്കാരൊക്കെ കേട്ടോ നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നേരെ എന്തായാലും അവിടുന്ന് ഇവിടെ വരെ വന്നേല്ലേ, അപ്പോൾ ആലപ്പുഴ ബീച്ചും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആലപ്പുഴ ബീച്ചിലോട്ടാട്ടോ പോയത്. അവിടെ ചെന്ന് ഇറങ്ങിയോണ്ടേ തന്നെ നമ്മൾ നമ്മുടെ സ്വന്തം സാധനത്തിലേക്ക് കടന്നു. നമ്മുടെ ഉപ്പിലിട്ട പൈനാപ്പിളും സാധനമൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിച്ചു. എന്നിട്ട് നമ്മൾ കടലൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ നിൽക്കുമായിരുന്നു. ആദ്യത്തെ ആ ഒരു സമയത്ത് ഇത് നല്ല ഉറക്കമായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ എഴുന്നേറ്റ് വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിങ്ങിലൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ സ്നഗ്ഗി മാത്രമായിരുന്നു പുള്ളിയുടെ വേഷം. പുള്ളിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കടലൊക്കെ കണ്ടപ്പോൾ. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ നിന്നിട്ട് കടൽക്കാറ്റൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം ഇങ്ങനെ നിന്നു. പിന്നെ ആളെ ഞാൻ ചെറുതായിട്ടൊന്ന് വെള്ളത്തിലൊക്കെ ഇറക്കി. ആദ്യം ആൾക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നെങ്കിലും പിന്നെ പേടിയൊക്കെ മാറിയിട്ട് തിരിച്ച് കയറാൻ നല്ല മടിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എപ്പോഴത്തെയും ഒരു കലാവിരുതായിട്ട് കടലമ്മ കള്ളിയിൽ നിന്നൊക്കെ എഴുതി വെച്ചിട്ട് അത് മായ്ക്കുന്നുണ്ടോ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും 1-2 വട്ടം തിര വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങ് മാഞ്ഞു പോയി കേട്ടോ. ഇത് സത്യമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം ഇങ്ങനെ എൻജോയ് ചെയ്ത് നിന്നപ്പോഴാണ് എൻ്റെ ഫോണിൽ ചാർജ് തീരെ കുറവായിരുന്നു. ഞാനാണെങ്കിൽ ചാർജറും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളാണെങ്കിൽ പോയത് സൺസെറ്റൊക്കെ കാണാൻ പറ്റുന്നൊരു സമയത്തായിരുന്നു. പക്ഷെ അതൊക്കെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് വന്നിട്ട് എനിക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോഴത്തേക്കും എൻ്റെ ഫോണങ്ങ് ഓഫായി. പിന്നെ വീഡിയോസ് ഒന്നും എടുക്കേണ്ടാത്തതുകൊണ്ട് ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് ഫുള്ള് നമ്മളങ്ങ് എൻജോയ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. കടലിലെ വെള്ളത്തിലൊക്കെ കുറേ കളിച്ച് തല വരെ ഏകദേശം നനഞ്ഞാട്ടോ നമ്മൾ തിരിച്ചു കയറിയത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ.